സ്ഫോടനം നടത്തി കുറ്റം മുസ്ലിങ്ങളുടെ തലയിലിടുന്ന പതിവ് ഹിന്ദുത്വർക്ക് എക്കാലത്തും ഉണ്ടെങ്കിലും വ്യക്തമായ തെളിവുകളോടെ ഇക്കാര്യം നമുക്ക് മുന്നിലെത്തുന്നത് മലേഗാവ് സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണത്തോടെയാണ്. രാജ്യസ്നേഹം നെറ്റിയിലൊട്ടിച്ച് നടക്കുന്ന സംഘപരിവാരക്കാരുടെ തനി നിറം പുറത്തു കൊണ്ടുവരാൻ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തയ്യാറായതോടെയാണ് ഇത് സാധ്യമായത്. പക്ഷേ ഈ ശ്രമത്തിനിടയിൽ നീതിമാനായ ആ ഉദ്യോഗസ്ഥന് തൻ്റെ ജീവൻ തന്നെ വെടിയേണ്ടി വന്നു. 2008 മലേഗാവ് സ്ഫോടനം അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘം തലവൻ ഹേമന്ത് കർക്കറയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. 31 പേരുടെ ജീവൻ അപഹരിച്ച 2006 മലേഗാവ് സ്ഫോടനത്തിൽ പ്രതികളായ 4 തീവ്ര ഹിന്ദുത്വർക്കെതിരായുള്ള കുറ്റകൃത്യം ഹൈക്കോടതി റദ്ദാക്കിയതാണ് ഈ കൊലപാതക പരമ്പരയിലെ അവസാന വാർത്ത. NIA കേസിൽ പ്രതികളായ രാജേന്ദ്ര ചൗധരി, ധൻസിംഗ്, മനോഹർ ശർമ്മ എന്നിവർക്കെതിരെയുള്ള കുറ്റകൃത്യമാണ് മുംബൈ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ചന്ദ്രശേഖർ, ജസ്റ്റിസ് ശ്യാം ചന്ദക് എന്നിവരടങ്ങിയ ബെഞ്ച് റദ്ദാക്കിയത്. 2006 സ്ഫോടനത്തിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നതെങ്കിലും വസ്തുതകൾ സമഗ്രമായി മനസ്സിലാക്കാൻ 2006 2008 മലേഗാവിൽ നടന്ന 2 സ്ഫോടനങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. 2006 സെപ്റ്റംബർ 8 വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് തൊട്ടു പിന്നാലെയാണ് ഹാമിദിയ മസ്ജിദ്, ബഡേ ഖബർസ്ഥാൻ, മുഷാവറത്ത് ചൗക്ക് എന്നിവിടങ്ങളിൽ സ്ഫോടനം നടന്നത്. ഈ സംഭവത്തിൽ 31 പേർ കൊല്ലപ്പെട്ടു. കേസ് അന്വേഷിച്ച മഹാരാഷ്ട്ര ATS 9 മുസ്ലിം യുവാക്കളെ അറസ്റ്റ് ചെയ്തു. 2008 നവംബർ 29 മലേഗാവിൽ 2ാം ഘട്ട സ്ഫോടനം നടന്നത്. ഇതിൽ 6 പേർ മരിച്ചു. ഹേമന്ത് കർക്കറയുടെ നേതൃത്വത്തിലായിരുന്നു അന്ന് അന്വേഷണം നടന്നത്. ഹിന്ദുത്വ സന്യാസിയായ പ്രജ്ഞ സിംഗ് ഠാക്കൂർ, ലഫ്റ്റനന്റ് കേണൽ ശ്രീകാന്ത് പുരോഹിത് തുടങ്ങി 7ഓളം പേർ അന്ന് അറസ്റ്റിലായി. 2ാമത്തെ സ്ഫോടനത്തിലെ ഹിന്ദുത്വ ബന്ധം 1ാം സ്ഫോടനത്തിലെ ഹിന്ദുത്വ ബന്ധത്തിലേക്ക് വെളിച്ചം വീശി. ഇതിനിടയിൽ ദേശീയ അന്വേഷണ ഏജൻസി അഥവാ NIA നിലവിൽ വന്നു. 1ാം മലേഗാവ് സ്ഫോടനത്തെക്കുറിച്ച് അവർ വീണ്ടും അന്വേഷിച്ചു. അതിനു പിന്നിലും ഹിന്ദുത്വരാണ് എന്ന് NIA കണ്ടെത്തി. നേരത്തെ അറസ്റ്റിലായ മുസ്ലിം യുവാക്കളെ വിട്ടയക്കുകയും തീവ്ര ഹിന്ദുത്വരായ ചൗധരി, ധൻസിംഗ്, മനോഹർ രാം സിംഗ് നർവാരിയ, ലോകേഷ് ശർമ്മ എന്നിവരെ പ്രതി ചേർക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് 2008 മുംബൈ ആക്രമണം നടക്കുന്നത്. അതേ ദിവസം ദുരൂഹ സാഹചര്യത്തിൽ ഹേമന്ത് കർക്കറെ കൊല്ലപ്പെട്ടു. ഈ കൊലപാതകത്തിൽ ഹിന്ദുത്വർക്ക് പങ്കുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. കുടുംബവും ഇത് ആരോപിച്ചിരുന്നു. അതിനിടയിൽ NIAയുടെ നിലപാടിൽ മാറ്റമുണ്ടായി. കേന്ദ്ര സർക്കാരിന്റെ ഒത്താശയോടുകൂടി 2008 സ്ഫോടന കേസിൽ മുഴുവൻ പ്രതികളെയും NIA കോടതി കുറ്റവിമുക്തമാക്കി. പ്രതിയായ സൈനിക ഉദ്യോഗസ്ഥനായ കേണൽ പുരോഹിതിന് സൈന്യം സ്ഥാനക്കയറ്റം നൽകുകയും ചെയ്തു. ഈ 2 കേസുകളും ഹിന്ദുത്വരുടെ പ്രവർത്തന രീതികളെക്കുറിച്ച് വെളിച്ചം വീശുന്നതാണ്. ഈ കേസിൽ, പ്രത്യേകിച്ച് 2008 കേസിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഘടനയാണ് അഭിനവ് ഭാരത്. പ്രതികളുടെ കുറ്റസമ്മത മൊഴിയനുസരിച്ച് 2006 ജൂണിലാണ് കേണൽ പുരോഹിതിന്റെ നേതൃത്വത്തിൽ ഈ സംഘടന ആരംഭിക്കുന്നത്. 1905 VD സവർക്കർ ആരംഭിച്ച സംഘടനയുടെ പേരിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടാണ് കേണൽ പുരോഹിതും തൻ്റെ സംഘടനയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. 2007 ജൂണിൽ ഒരു പ്രധാന യോഗത്തിൽ വെച്ച് ബോംബാക്രമണം നടത്തി മുസ്ലിങ്ങൾക്കെതിരെ പോരാടണമെന്ന് കേണൽ പുരോഹിത് വാദിച്ചിരുന്നതായി പ്രതികളിൽ ഒരാളുടെ മൊഴിയുണ്ട്. 2008 നടന്ന 4 കൂടിക്കാഴ്ചകൾക്കിടയിലാണ് സ്ഫോടനം നടത്തുന്നതിനുള്ള തീരുമാനം സംഘടന കൈക്കൊള്ളുന്നത്. മലേഗാവിൽ മുസ്ലിങ്ങൾക്കെതിരെ ജനസാന്ദ്രതയുള്ള സ്ഥലത്ത് സ്ഫോടനം നടത്തുക എന്നതായിരുന്നു പദ്ധതി. സ്ഫോടന വസ്തു കണ്ടെത്തിയത് പുരോഹിതാണ്. സ്ഫോടനം നടത്തുന്നതിനുള്ള വ്യക്തികളെ കണ്ടെത്തിയതും BJP മുൻ MP ആയിരുന്ന പ്രജ്ഞ സിംഗ് ഠാക്കൂറുമായിരുന്നു. മലേഗാവ് കേസിൽ ഉൾപ്പെട്ട എല്ലാ പ്രതികളും അഭിനവ് ഭാരതിൽ അംഗങ്ങളായിരുന്നു. പുരോഹിതനെ പോലെയുള്ളവർ സൈനികരുമായിരുന്നു. ഇവരാണ് മറ്റു പ്രതികൾക്ക് ആയുധങ്ങളും പരിശീലനവും നൽകിയത്. അതിനുവേണ്ടി വ്യാജരേഖകളും നിർമ്മിച്ചു. സൈനികനായ ഇയാൾ സവർക്കറുടെ ആരാധകനായിരുന്നുവെന്നും അതയാൾ മറച്ചു വച്ചിരുന്നില്ലെന്നും മൊഴികളുണ്ട്. സനാതന ധർമ്മവും വേദാനുസാരിയായ ഭരണവുമായിരുന്നു ഇയാളുടെ സ്വപ്നം. കൂടാതെ ഏകകക്ഷി ഭരണവും സ്ഥാപിക്കണം. ഹിന്ദു രാഷ്ട്രത്തിന് ഹാനികരമായ ആശയങ്ങളുള്ള ആളുകളെ രാഷ്ട്രീയമായി പുറത്താക്കാനും അവരിൽ ചിലരെ കൊല്ലാനും അദ്ദേഹം ആഗ്രഹിച്ചു. സ്ഫോടനങ്ങളായിരുന്നു അതിനുള്ള മാർഗം. അത് എങ്ങനെ പ്രവർത്തിച്ചു എന്ന് നാം കാണുകയുണ്ടായി.
അഭിനവ് ഭാരത് മലേഗാവ് സ്ഫോടനത്തിൽ മാത്രമല്ല മറ്റു ചില സ്ഫോടനങ്ങളിലും പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. അഭിനവ് ഭാരത് നേതാക്കൾക്ക് ഇസ്രായേലും നേപ്പാളുമായും ബന്ധമുണ്ടായിരുന്നു. ഹിന്ദു രാഷ്ട്ര നിർമ്മാണത്തിനായി ഇസ്രായേൽ സഹായിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. 2006 നേപ്പാൾ രാജാവ് ജ്ഞാനേന്ദ്രിയുമായി കൂടിക്കാഴ്ചയും നിശ്ചയിച്ചതായി വിവരമുണ്ട്. നേപ്പാളിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ രാജാവിന്റെ പക്ഷത്തായിരുന്നു അഭിനവ് ഭാരത്. മാവോവാദികളെ കുടുക്കുന്നതിനായി ഇക്കാലത്ത് അവർ നേപ്പാളിലും ചില സ്ഫോടനങ്ങൾ നടത്തിയതായി അറിയുന്നു. BJPയിൽ നിന്ന് നിരവധി പേർ ഈ സംഘടനയിൽ അംഗങ്ങളായിരുന്നു. ഉദാഹരണത്തിന് പ്രജ്ഞാ സിംഗ് ഠാക്കൂർ ABVP നേതാവായിരുന്നു. പിന്നീടാണ് സന്യാസിയായത്. ഈ സംഘടനയുടെ പല സംസ്ഥാനങ്ങളിലെയും നേതാക്കൾ RSS നേതാക്കളുമായിരുന്നു. മുസ്ലിങ്ങൾക്കെതിരെ പോരാടി 2000 ഹിന്ദുത്വ ഭരണകൂടം സ്ഥാപിക്കുക എന്നതായിരുന്നു മലേഗാവ് സ്ഫോടനങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം. ഈ സംഘടനയിലും BHPയിലും അംഗങ്ങളായിരുന്ന സ്വാമി അസീമാനന്ദയുടെ കുറ്റസമ്മത മൊഴിയിൽ നിന്നാണ് പല വിവരങ്ങളും പുറത്തു വന്നിട്ടുള്ളത്. മലേഗാവ് 2006-2008 സ്ഫോടനങ്ങൾ, സംജോത എക്സ്പ്രസിലെ 2007 സ്ഫോടനം, ഹൈദരാബാദിലെ മക്ക മസ്ജിദ് 2007 സ്ഫോടനം, അജ്മീർ ദർഗ ഷെരീഫ് 2007 സ്ഫോടനം, മൊദാസ 2008, ഇങ്ങനെ ഹിന്ദുത്വരുടെ വിരലടയാളങ്ങൾ പതിഞ്ഞ സ്ഫോടനങ്ങൾ നിരവധിയാണ്.